ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൂരിക്കും ദോശക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു എഗ്ഗ് ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് കടായി വെച്ച് കൊടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. പിന്നീട് 1 ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, 2 വറ്റൽമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇത്രയും ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നവരെ ഇതിനെ ഒന്ന് വഴറ്റുക. പിന്നീട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഇതിനെ ഒന്നും കൂടി വഴറ്റിയെടുക്കുക. നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 5-10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മൂപ്പിക്കുക. പിന്നീട് ഇതൊന്ന് നന്നായിട്ട് കുക്കായതിനു ശേഷം നമ്മളിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം അരച്ചെടുക്കുക. അതേ കടായിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം ഇതിനെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിനെ അവിടെ മാറ്റി വെക്കുക. പിന്നീട് അതേ കടായിൽ തന്നെ 1 ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. അതിനെ ഒന്ന് അലിയിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മീഡിയം സൈസിലുള്ള ഒരു 1.5 കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിടുക. കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കുക. മാറി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പം നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കാവൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നല്ല പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മസാലകളും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്താണ്. അതിനുശേഷം ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചേർത്ത് കൊടുക്കാൻ ലാസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നമ്മളെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ മുട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം തിളക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന് ശേഷം ആ സമയത്ത് തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുക. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ലാസ്റ്റ് ഇതിൽ അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളെ പണി തീർന്നു. അപ്പോൾ നമ്മളുടെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് ബട്ടർ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.